വേല നടക്കട്ടും. എന്താ വേലപ്പാ, വ്യാളിമുഖങ്ങൾ തന്നെ കൊത്തിക്കൊണ്ടിരുന്നാ മതിയോ? ദേവരൂപങ്ങൾക്ക് വേണ്ടിയും ഉള്ളി ചലിപ്പിച്ചുകൂടെ? അണ്ണനിക്ക് അവരുടെ മുഖം കൊത്തിട്ടാൻ ரொம்ப ഇഷ്ടം. கோயிலை புதுப்பிக்கிற வேலை நம்ம நம்பிட்டு இருக்காங்க. இந்த சிலைகளை தொடர பாக்கியம் கிடைத்ததே பெரிய புண்ணியம். ஆனால் പൂർത്തിയാവാൻ ഏറെയുണ്ട്. ശംഭുവിനെ കാണുന്നുമില്ല. അതെങ്ങനെ? ബലിയിടയിലും പിണ്ണം വെക്കലിനും അല്ലേ നേരെ ഉള്ളൂ. ഭർത്താവ് ഭാര്യയ്ക്ക് ശ്രാദ്ധം നടത്തുക ഇതെവിടത്തെ പതിവാ? എന്റെ മകൻ ഇന്നവൻ അവന് തന്നെ അന്യനായിരിക്കുന്നു. ஆம்பளைன்னா இப்படித்தான் இருக்கணும். நெஞ்சு நிமிர்ந்து போறத பாக்கணுமே, அந்த கைவீச்ச பாக்கணுமே. ஆமாண்டி, அவன் நெஞ்ச நிமிர்ந்துகிட்டு கைய வீசிக்கிட்டு போறது அவன் வழக்கமான நட. அத பாக்கிறதுக்குன்னு கொஞ்சம் பொண்ணுங்க. 4 பேருக்கு மத்தியில கெட்டி மேளம் கொட்டி தாலிய கட்டி பொண்டாட்டியா கூட்டி வந்தது கண்டவங்களை பாக்கிறதுக்கு இல்ல, என்ன பாக்கத்தான். எதுக்கு எடுத்தாலும் சந்தேகம். சந்தேகப்படுறதுல என்னடி தப்பு? போறவனை பார்த்து ஆசைப்படுற அளவுக்கு அவன் தலையில என்ன கொம்பா முளைச்சிருக்கு, அதுல மணியா கட்டி இருக்கு. அவர் மேல ஆசைப்படுறதுல தப்பே இல்ல. நான் சொல்றேன், புருஷன் அப்படித்தான் இருக்கணும். பொண்டாட்டி செத்து எத்தனை வருஷம் ஆச்சு, அவளையே நினைச்சு வாழ்ந்துகிட்டு இருக்கிறத பாக்குறோம்ல. நீங்களா இருந்தா என் சதையில நெருப்பு அணையறதுக்கு முன்னாடி வேற ஒருத்தி பின்னாடி போயிருப்பீங்க. வராரு பாரு. കുടിച്ചതാ അറിയാം. പ്രസാദത്തിന് പകരാവില്ല മദ്യം. മദ്യപാനിക്ക് പ്രസാദം വേണ്ട. ഞാനും ആ വഴിക്കാ. ഞാൻ ആ വഴിക്കല്ല. ശംഭുവിനെ നിനക്കിനിയും അറിയില്ല മോളെ. അവന്റെ കോപവും അലച്ചിലും വിഷാദവും എത്ര വർഷങ്ങളായി. ക്ഷേത്ര സന്നിധിയിൽ നൃത്തമരങ്ങേറാൻ വന്ന പെൺകുട്ടിയുടെ സ്ഥാനമാനങ്ങളോ ബന്ധുബലമോ എന്റെ മോൻ അറിയാതെ പോയി. കല്ലിൽ കവിത കുത്തുന്നവനാണ്, വേറൊന്നും തനിക്കറിയണ്ടെന്നും പറഞ്ഞ് അവളും അവന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. അതിന്റെ പേരിൽ എന്റെ കുഞ്ഞുങ്ങൾ നൽകേണ്ടി വന്ന വില അറിയാമേ. ഭാര്യ മരിച്ചിട്ട് വർഷം എത്രയായി. അതിനിടയിൽ ഒരു നിമിഷം പോലും മറ്റൊരു സ്ത്രീ ആഗ്രഹിക്കാത്ത മനസ്സ് അദ്ദേഹത്തിന്റെ ആ തപസ്സാണമ്മേ. ആ തപസ് ഇളക്കാൻ നിനക്കാവില്ല മോളെ. ഒരു തപസ് അതുകൊണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? ഒന്ന് പതുക്കെ. എന്തിന് പതുക്കെ? ഇനിയിപ്പോ അവളൊന്നും പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാ മതിയോ? 4 കുറെ ആയില്ലേ? മറ്റൊരു വിവാഹം അതൊട്ട് സമ്മതിക്കത്തുമില്ല. അമ്മയെങ്കിലും എന്നെ മനസ്സിലാക്കണം. അമ്മയുടെ മുമ്പിൽ അവൾ ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? പ്രതാപികളായ ബന്ധുക്കളുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ എനിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ അവൾ തയ്യാറായില്ലേ? ഒടുവിൽ അവരിൽ നിന്നുള്ള അപമാനം സഹിക്കവയ്യാതെ എന്റെ ഉമ്മ കാവേരിയിൽ ജീവനൊടുക്കി.
പണ്ട് കൊട്ടാരത്തിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് അച്ഛന്റെ കൂടെ ഇറങ്ങിപ്പോന്ന എന്റെ അമ്മയ്ക്ക് അത് മനസ്സിലാകണം. നീ ഈ കുടുംബത്തിന്റെ അവസാന കണ്ണിയാകുന്നത് കാണാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. അച്ഛനമ്മമാരുടെ വികാരം മക്കളും മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ശേഷം നിനക്ക് ആരുണ്ട്? ഒന്നിച്ചു കഴിയാൻ ഏറെ നാൾ വിധിച്ചില്ലെങ്കിലും 1000 വർഷങ്ങൾ ഈ ഭൂമിയിൽ കഴിഞ്ഞതുപോലെ ഓർമ്മകൾ നൽകിയാണ് അവൾ പോയത്. ഈ പെട്ടിയും നോക്കി തള്ളി നീക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിർത്തൂ, മതിയായില്ല. ഈ ക്ഷേത്രമുറ്റത്ത് അവളുടെ പാദസ്പർശമേറ്റ എല്ലായിടവും എനിക്ക് ശയനപ്രദക്ഷിണം ചെയ്യണം. ആ ചിലങ്കനാദം ഈ തിരുമുറ്റത്തെങ്ങും ഞാൻ കേൾക്കുന്നു. എന്റെ ഉമ നൃത്തമണ്ഡപത്തിൽ അരങ്ങേറ്റം കുറിച്ച നാൾ ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കവാടങ്ങളിലും അവൾ ലയഭംഗിയോടെ ചലിക്കുന്നത് ഞാൻ കണ്ടു. ആ നൃത്തഭംഗി കണ്ട് ശില്പികളുടെ മാനസപുത്രിമാരെല്ലാം നാണിച്ചു. സംഗതി കുഴയുമെന്നാ തോന്നുന്നത്. എങ്ങും ഒരു മലയാള അക്ഷരം കാണുന്നില്ല. കവലയിപ്പെട വേണ്ട. പാട്ടും നൃത്തവുമായി ഞാൻ ഈ തമിഴ്നാട്ടിൽ കുറെ കറങ്ങിയിട്ടുള്ളതാ. പക്ഷെ അന്നൊക്കെ എന്തൊരു ആൾക്കൂട്ടമായിരുന്നു. അയ്യാ என்னங்க ഇങ്ങ വാ. நீங்க தமிழனா? என்ன சாமி? இந்த ஊரு தஞ்சாவூர் தானா? இதுல என்ன சந்தேகம்? இங்கே ஒரு ஸ்தானுவாசன் அறியுமா? யார் சாமி? அதாவது கல் இல்லையா, சிலை சிலை சிலையிலே இப்படி பண்றவன் யாரோ அவன்தான். என்னங்க இது? ഇയാൾ തമിഴൻ അല്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഭാഷ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിൽ കൊണ്ടുപോകണമെന്ന്. ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുക. ஐயா பெரிய அவர்களே வணக்கம். இந்த ஊரிலே അതായത് ഇവിടെ എവിടെയാ ഒരു സ്ഥപതി താമസിക്കുന്നത്? ഏത് സ്ഥപതിയാ കാണേണ്ടത്? മലയാളിയാണല്ലേ? മലയാളവും അറിയാം. ആരെയാ കാണേണ്ടത്? കേരളത്തിൽ നിന്നും വന്ന ഒരു സ്ഥാണുവാശാൻ, ക്ഷേത്രമൊക്കെ പണിയുന്ന. സ്ഥാണു ആശാൻ? അതെ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കൃഷ്ണശിലയിൽ ആവാഹിക്കുന്ന അമാനുഷിക പ്രതിഭ. അവിടെ ശില്പികളുടെ ഗ്രാമമുണ്ട്.
ബൃഹദീശ്വര ക്ഷേത്രത്തിന് സമീപം. ബൃഹദീശ്വര ക്ഷേത്രം. ചോളരാജാക്കന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാ ഈ ക്ഷേത്രം. ഉം. ഇതുപോലെ അനേകം ക്ഷേത്രങ്ങൾ ഈ തഞ്ചാവൂരിലുണ്ട്. എല്ലാം ശില്പഭംഗി തുടിക്കുന്ന ശിവക്ഷേത്രങ്ങൾ. ശിവൻ തഞ്ചാവൂരിൽ വന്ന് ജന്മമെടുത്തോ എന്ന് തോന്നിപ്പോകും. ഇതിന്റെ ചുറ്റമ്പലങ്ങളിൽ 100 കണക്കിന് ശിവലിംഗ പ്രതിഷ്ഠകളുണ്ട്. ആഹാ. എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാം. ഉം. ആദ്യം സ്ഥാണുവാശാന്റെ വീട്. ശിവ ശിവ. ഒരു തീരുമാനം പറയണം. കൊട്ടാരം വക ക്ഷേത്രം തമ്പുരാട്ടി നാട്ടുകാർക്ക് വിട്ടുതരുമ്പോ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പണിയും സ്ഥാണുവാശാൻ തന്നെ തീർക്കണം എന്ന്. ബാക്കി പണി തീർന്നില്ല അല്ലേ? 40 വർഷം കഴിഞ്ഞപ്പോ ഒരു ഭൂതോദയം. വലിയ തമ്പുരാട്ടിയുടെ വീറും വാശിയും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ പറയരുത്. തമ്പുരാട്ടിക്ക് പ്രായമേറെയായില്ലേ? മരിക്കുന്നതിന് മുമ്പ് അമ്പലം പണി പൂർത്തിയാക്കണമെന്ന ആഗ്രഹം. അതിന് സ്ഥാണുവാശാൻ തന്നെ വേണമെന്ന് നിർബന്ധമെങ്കിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പഴയ കാര്യങ്ങളെല്ലാം മറക്കണം, പൊറുക്കണമെന്ന് തമ്പുരാട്ടി പറഞ്ഞയച്ചിരിക്കുന്നു. ക്ഷേത്രം പണിയാൻ ചെന്ന ശില്പി മകളെയും കൊണ്ട് ഒളിച്ചോടുക, ക്ഷേത്രം അപൂർണമായി കിടക്കുക. അമ്മ തമ്പുരാട്ടിയുടെ അവസ്ഥ മനസ്സിലാകും. പഴയ വൈരാഗ്യം തമ്പുരാട്ടി മറന്നാലും പെങ്ങളെയും കൊണ്ട് നാട് വിട്ടതിന്റെ പക ഭദ്രൻ തമ്പുരാൻ മറന്നു കാണില്ല. അതോ പുനർനിർമ്മാണത്തിന്റെ കാര്യത്തിൽ നാട്ടുകാരോടൊപ്പമുണ്ടോ? അത് അത് അതൊരു പ്രശ്നാവില്ല. അതെ, തമ്പുരാനും അമ്മ തമ്പുരാട്ടിയുമായി പിണക്കത്തിലാണ്. കൊട്ടാരത്തിൽ നിന്ന് മാറിയാണ് താമസവും. ഭദ്രന്റെ മകൾ മുത്തശ്ശിയോടൊപ്പം ഉണ്ട്. എന്റെ ശിഷ്യയുമാണ്. 4 ചുവട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊരു അകാര സൗഷ്ഠവം, എന്തൊരു മെയ്വഴക്കം. ചോള സമ്പ്രദായത്തിൽ അങ്ങ് തുടങ്ങി വെച്ച ആ ക്ഷേത്രം വേറെ ആരാണ് പൂർത്തിയാക്കാൻ? എനിക്കിന്ന് പഴയ പോലെ ആരോഗ്യമില്ല. വിഗ്രഹങ്ങളുടെ സൂക്ഷ്മഭാവങ്ങൾ രചിക്കാനുള്ള ഏകാഗ്രത കിട്ടുന്നുമില്ല. മനസ്സ് ചലിക്കുന്നിടത്ത് ഉളി എത്തണ്ടേ? തടസ്സം പറയരുത്. എന്റെ ഇപ്പോഴത്തെ പരിമിതികൾ നിനക്കെങ്കിലും അറിയില്ലേ? അറിയാം. വർഷങ്ങൾക്ക് ശേഷം അമ്മയ്ക്കുണ്ടായ ഈ മനമാറ്റം നമ്മൾ ഒഴിഞ്ഞു നിൽക്കണോ? ഞാൻ ആലോചിക്കുന്നത് ഇല്ല, ആ നാട്ടിലേക്ക് ഇനി ഇല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇളം മനസ്സ് തേങ്ങലോട് പറഞ്ഞത് അമ്മ മറന്നു. കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയിറക്കിയപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നതും ആ നനവിൽ ബന്ധങ്ങളുടെ വേരുകൾ ഇളകിപ്പോകുന്നതും ഞാൻ കണ്ടു. ഓർമ്മകളെന്ന് പറഞ്ഞു തള്ളരുത്. രാജകീയ പ്രൗഢിക്ക് മുമ്പിൽ കരിയില കണക്കെ പറന്നു പോകുന്ന വ്യക്തിത്വമേ എന്റെ അച്ഛനുള്ളൂ എന്ന് പരിഹസിച്ചു വിട്ടില്ലേ ശില്പികളെയും ശില്പങ്ങളെയും ആരാധിക്കുന്ന ആ രാജകുടുംബം? അത് തിരുത്താൻ അവിടെ നിന്നും വന്ന അംഗീകാരമായി കരുതിക്കൂടെ? ആർക്ക് വേണം ഈ അംഗീകാരം? ക്ഷേത്രം പുതുക്കി പണിയണമെന്ന് വന്നപ്പോ ബന്ധങ്ങൾ തേടി വന്നിരിക്കുന്നു. ബന്ധങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ആർക്കും സാധ്യമല്ല. മുത്തശ്ശി, അമ്മാവൻ, തറവാട്, ഇതെല്ലാം മുജ്ജന്മ ബന്ധങ്ങളാണ്, സുഹൃതങ്ങളുമാണ്. സുഹൃതക്ഷയം എന്ന് പറഞ്ഞതും ആ നാവ് കൊണ്ടാണ്. അത് മറക്കണ്ട. മറന്നിട്ടല്ല. ഈ തഞ്ചാവൂരിലെ ക്ഷേത്രങ്ങളും ശില്പങ്ങളും അതിന്റെ ചുറ്റുപാടുകളും മാത്രമായി ഞാൻ ഒതുങ്ങിക്കൊള്ളാം. എനിക്കത് മതി, ധാരാളം. നിൽക്ക്. ശിലയുമായി ബന്ധമുള്ള ഒരു ശില്പിക്കും എങ്ങും ഒതുങ്ങിക്കൂടാൻ പറ്റില്ല. പ്രപഞ്ചം മുഴുവൻ അവന്റെ പണിശാലയാണ്.
ശില്പവൃത്തി നമ്മുടെ കുലത്തൊഴിലും മുടക്കാൻ പാടില്ല. തുടങ്ങി വെച്ച പണി ചെയ്തു തീർത്തേ പറ്റൂ. നിനക്ക് വയ്യെങ്കിൽ ഞാനതിന് ബാധ്യസ്ഥനാണ്. അവൻ പോകാതിരിക്കില്ല. പോകും. അവന്റെ മനസ്സ് മാറ്റാൻ ആരോ കാത്തിരിക്കുന്നത് പോലെ.